ഞാൻ രാവിലെ ഇരിക്കുന്നതിന്റെ ഒപ്പം തന്നെ കിച്ചു എന്റെ ഒപ്പം എനിക്കുണ്ട് കേട്ടോ. പക്ഷെ മൂപ്പര് അങ്ങനെ തലമ്പുണ്ടാക്കില്ല കേട്ടോ. അവിടെ കണ്ണും വിളിച്ച് കിടക്കുക അല്ലെങ്കിൽ കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോർ കൂട്ടാ. ആദർശയുടെ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ പാലും കുപ്പിയൊക്കെ കഴുകാൻ വേണ്ടി എടുത്തുട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ആദർശന്റെ കുറെ നാളായി പത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ട്. ഇത് 2-3 ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. പനിയായ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. എനിക്കും കിച്ചുവിനൊക്കെ പനിയായിരുന്നു. അതുകൊണ്ടാട്ടോ വീഡിയോസ് ഒക്കെ ഇടാൻ അങ്ങനെ ലാഗ് ആവുന്നത്. അപ്പൊ ഈ പണികൾ ചെയ്യുന്നതിന്റെ ഇടയിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കിച്ചപ്പന്റെ അടുത്ത് പോയി നോക്കി നോക്കും മൂപ്പര് എന്താ ചെയ്യണേ നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ കണ്ണും പിടിച്ച് കിടക്കുക. ഞാൻ കരയൊന്നുമില്ല കേട്ടോ. പാദർശനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ മൂപ്പര് ഇരുന്ന് കളിച്ചോളും. പത്തിരിക്കുള്ള പൊടി ഞാൻ അവിടെ ചൂടാറാൻ മാറ്റി വെച്ചിട്ട് ചായ ഇടാൻ നിൽക്കട്ടോ. അപ്പോഴാണ് അമ്മമ്മ കയറി വരുന്നത്. അപ്പൊ വീഡിയോ ഇവിടെ ഓൺ ചെയ്ത് വെച്ചത് അമ്മമ്മ കണ്ടു. അപ്പൊ ഇനി എന്താ ചെയ്യാന്നുള്ള രീതിക്കായിട്ട് അമ്മമ്മ നിൽക്കണത്. അങ്ങനെ പൊടിയൊക്കെ ഒന്ന് ചൂടാറിയപ്പോ പിന്നെ അത് ഞാൻ കുഴച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ വേഗം പത്തിരി ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ ഉണ്ണിയുടെ അടുത്ത് പോയി നോക്കി പാദർശേട്ടൻ എന്താ ചായക്ക് വെച്ചപ്പോ പത്തിരിയെ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു നീ അവിടെ നിൽക്ക്, ഞാൻ വേഗം ചിക്കൻ വാങ്ങിച്ചിട്ട് വരാന്ന്. അങ്ങനെ പിന്നെ മൂപ്പര് വേഗം ഉറക്കത്തുനിന്നൊക്കെ എന്റെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വേഗം ക്ലീൻ ചെയ്ത് തന്നുട്ടോ. നമ്മുടെ സ്വത്തുമണി അവിടെ കിടന്ന് കളിക്കാൻ ഞാൻ കേട്ടോ. വലിയ അലമ്പൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പത്തിരിയാക്കി കഴിഞ്ഞു. അത് കണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ. എന്റെ മൂക്കൊക്കെ അടഞ്ഞ ആകെ സൈഡായിട്ട് ഇരിക്കട്ടോ. എന്റെ സൗണ്ട് അതാണ് ഇങ്ങനെ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ വേഗം ഫാസ്റ്റ് ആയിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. കിച്ചുവിന് വേണ്ട പാലൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തപ്പോൾ ആദർശേട്ടൻ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ കിച്ചു അവിടെ ഇരുന്നിട്ട് പാല് കുടിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അമ്മമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മമ്മയും ആദർശേട്ടൻ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാട്ടോ. അങ്ങനെ അടുക്കളയത്തെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി പാത്രം കഴുകുക, അവിടെ സ്ലാബൊക്കെ ഒന്ന് തുടക്കി അത്രേ ഉള്ളൂ. അങ്ങനെ വേഗം അവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ കേട്ടോ. ഞങ്ങളുടെ പനി ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചാല് കുറച്ച് കുറവായിട്ടുള്ളൂട്ടോ. രണ്ടുപേർക്കും തീരെ വയ്യ. ഇക്കായാലും കിച്ചുവിനായാലും നല്ല പനി തന്നെയാണ്. അങ്ങനെ കിച്ചുക്ക് ആകെ ക്ഷീണിച്ചു പോയിട്ടോ. അങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കിച്ചപ്പനെ കുളിപ്പിക്കണം. അപ്പൊ വേഗം പോയിട്ട് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കാട്ടോ. ഉണ്ണിയുടെ ഭാഗം ക്ലിയർ ആയാൽ തന്നെ എനിക്ക് പകുതി സമാധാനമായിട്ട്. അവന് കുളിയൊക്കെ കഴിഞ്ഞാൽ അവൻ പാല് കുടിച്ച് ഇനി കുറെ നേരം കിടന്ന് ഉറങ്ങിക്കോളൂട്ടാ. അങ്ങനെ വേഗം ഞാനും പോയിട്ട് ഷടപടയിൽ കുളിയൊക്കെ കഴിഞ്ഞു. കിച്ചപ്പ ഇതേ ഉറങ്ങണമൊന്നുമില്ല, സ്ട്രോളറിൽ കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നുട്ടാ. അപ്പൊ ഉണ്ണിയുടെ കുളി കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങ് തന്നെയില്ല. അപ്പൊ ഞാനും അതിന്റെ ഗ്യാപ്പ് പോയിട്ട് വേറെ പണികളൊന്നും ഇല്ല. അപ്പൊ ഞാനും വേഗം പോയി കുളിച്ച് സെറ്റ് ആയിട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് തൊട്ടിട്ടാണ് നമ്മുടെ കിച്ചുവിന് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കിച്ചുവിനാണ് പനിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. പുറത്താച്ചൊക്കെ നല്ല മഴ. അപ്പൊ ഞാൻ കിച്ചുവിനെ ഫുൾ എടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.